നിങ്ങളൊരു മത്സരത്തിൽ പങ്കെടുക്കുന്നത്, റണ്ണിങ് റേസിൽ പങ്കെടുക്കുന്നത്. പക്ഷെ ആ ഫിനിഷ് ലൈനിൽ എത്തുമ്പോൾ അകലം കൂടിക്കൊണ്ടിരിക്കുന്നത്, ഫിനിഷ് ലൈൻ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഒരിക്കലും എത്തണില്ല. പെട്ടെന്ന് ഒരു സംഭവം വന്ന് നമ്മളെ ഹാപ്പി ആക്കി എടുക്കും എന്നുള്ള ഒരു സംഭവം, അതൊന്നും റിയാലിറ്റി അല്ല, ഒന്നും യാഥാർത്ഥ്യത്തിൽ പോസിബിൾ അല്ല. പക്ഷെ അവസാനം ഇത് വാങ്ങിക്കഴിയുമ്പോഴും പക്ഷെ ഇത് എന്നാലും ഒരു ഹാപ്പി ആയില്ലല്ലോ, ഒന്ന് അടുത്തതിലോട്ട് പോവാം. അവർക്ക് യഥാർത്ഥത്തിൽ എന്താണ് വേണ്ടത്, എങ്ങനെ ആവണം എന്ന് ചിന്തിക്കാനുള്ള ഒരു നിമിഷം പോലും എടുത്തിട്ടില്ല. ഞാൻ പല ആൾക്കാരെ കണ്ടിട്ടുണ്ട്, ഭയങ്കര ഹൈ പേയിങ് ജോബിലൊക്കെ ആയിരിക്കും. പക്ഷെ അവർ ലൈഫിൽ ഭയങ്കര ഡിപ്രസ്ഡ്, ഒരു സങ്കടം. ഹായ് ഓൾ, വെൽക്കം ടു ദ മൈൻഡ് ബേ പോഡ്കാസ്റ്റ്. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് സെയ്ദ് സാഹിദാണ്. അദ്ദേഹം മൈൻഡ് ബേയുടെ നമ്മുടെ ഒരു ജേണിക്കകത്ത് ഒരുപാട് സപ്പോർട്ടും കാര്യങ്ങളും നൽകി ഇനീഷ്യലി തൊട്ടേ ഉണ്ട്. പുള്ളിയെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ മതി. അദ്ദേഹം ഇൻസ്റ്റാഗ്രാമിലൊക്കെ വീഡിയോസ് ചെയ്യുന്ന ഒരു നല്ലൊരു ഇൻഫ്ലുവൻസറും കൂടിയാണ്. ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ ഞാനടക്കം പലരും ഇങ്ങനെ കണ്ടിട്ടുണ്ട്. ഇപ്പൊ പുള്ളിയുടെ ഒരു മെയിൻ ടോപ്പിക് എന്ന് പറയുന്നത് എപ്പോഴും ജെൻസിയെ അഡ്രസ് ചെയ്യുക, ജെൻസിന്റെ പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം ജെൻസി ഇപ്പൊ ഞാനടക്കമുള്ള പലരും ഫേസ് ചെയ്യുന്ന പല പ്രശ്നങ്ങളും ഉണ്ട്. ഇന്ന് ഞാനൊക്കെ ഒരുപാട് കാര്യങ്ങൾ അച്ചീവ് ചെയ്തിട്ടുണ്ടാവായിരിക്കും. എന്റെ സർക്കിളിൽ ഒരുപാട് കാര്യങ്ങൾ അച്ചീവ് ചെയ്ത ആൾക്കാരുണ്ട്. ദേ ആർ ഭയങ്കര ലോട്ട് ഓഫ് സ്റ്റെപ്പ് അറൌണ്ട്. സ്പോർട്സ് കാർ വാങ്ങിക്കുന്ന ആൾക്കാരുണ്ട്, വലിയ വലിയ ലക്ഷറി ഐറ്റംസ് വാങ്ങിക്കുന്ന ആൾക്കാരുണ്ട്. ഇവരെല്ലാരും തന്നെ ഒരുപാട് അച്ചീവ്മെന്റ്സ് ഉണ്ട്. ഇപ്പൊ ഡ്രീം ജോബ് അച്ചീവ് ചെയ്ത ആൾക്കാരുണ്ട്. ഇങ്ങനെ റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ ആരെങ്ങനെ ഒരു മാരേജിലേക്ക് എത്തി അത് സക്സസ്ഫുൾ റിലേഷൻ ആയിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അപ്പം നമ്മളൊരു ജെൻസി പല കാര്യങ്ങളും അച്ചീവ് ചെയ്യുന്നുണ്ട്. സോഫാർ നമ്മൾ അങ്ങോട്ട് നോക്കുന്ന സമയത്ത് ഈ ഒരു ഒരു 20s ഉള്ള ആൾക്കാരൊക്കെ അച്ചീവ്മെന്റിന്റെ എണ്ണം ഒരുപാട് കൂടുതലായിരിക്കും. ബട്ട് സി എൻഡ് ഓഫ് ദ ഡേ ഞാൻ ഇതെല്ലാം അച്ചീവ് ചെയ്തിട്ടും എനിക്കൊരു എംപ്റ്റി ഫീലാണ്. സി ഞാനിപ്പം എന്റെ കേസിൽ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിലും ഞാൻ ഒത്തിരി ഗോൾസ്, എന്റെ ചെറുപ്പം മുതലുള്ള ഗോൾസ് എല്ലാം ഞാൻ അച്ചീവ് ചെയ്ത് കഴിഞ്ഞു. ബട്ട് എനിക്ക് ഇപ്പോഴും ഒരു എംപ്റ്റി ഫീലാണ്. എന്തായിരിക്കും ലൈക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടും നമുക്കൊരു ഒരു ഹാപ്പിനെസ് എന്നുള്ള ടേമിലേക്ക് വരാത്തത്, അല്ലെങ്കിൽ ഞാൻ എന്തിനോ വേണ്ടിയിട്ടുള്ള ഒരു ഓട്ടമാണ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ജാഗി ഇതിനകത്ത് കുറെ കാര്യങ്ങള് ഒരുപാട് കാര്യങ്ങൾ വീക്ഷിച്ചിട്ടുണ്ടാവുമായിരിക്കാം. എന്തായിരിക്കും ആക്ച്വൽ ഇതിന്റെ ബിഹൈൻഡ് എന്തായിരിക്കാം? ശരിയാണ്, ഫിനു പറഞ്ഞതുപോലെ തന്നെ ഇന്ന് പുറത്തുനിന്ന് എല്ലാ സൈഡിൽ നിന്നും നോക്കുമ്പോൾ ലൈഫ് ഭയങ്കര കളർഫുൾ ആയിരിക്കും. എല്ലാം ചെയ്യണുണ്ടാവും, ആൾ വർക്കിന് പോകുന്നുണ്ടാവും, പുതിയ വീട് എടുത്തിട്ടുണ്ടാവും, പുതിയ കാർ വാങ്ങിയിട്ടുണ്ടാവും, ഫ്രണ്ട്സിനെയൊക്കെ ആയിട്ട് മീറ്റ് ചെയ്യണുണ്ടാവും, അവരുടെ ഹോബീസിലൊക്കെ എൻഗേജ് ചെയ്യണുണ്ടാവും, എല്ലാ കാര്യങ്ങളും ചെയ്യണുണ്ടാവും. പുറത്തുനിന്ന് നോക്കുമ്പോൾ ഈ വ്യക്തി ഭയങ്കര നോർമൽ, കംപ്ലീറ്റ് ആയിട്ട് ഓക്കെ, ഒരു കുഴപ്പമില്ല. പക്ഷേ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞുതരാം, നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള വിഭവം നിങ്ങൾക്ക് എന്താണ്? ഒരുപക്ഷെ ബിരിയാണി ആയിരിക്കാം. ബിരിയാണി. ഞാൻ നിങ്ങളുടെ മുമ്പിൽ ബിരിയാണി വെച്ച് തരുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ആ ബിരിയാണി കഴിക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് മനസ്സിലാവണില്ല. ആ ഒരു ഫീലാണത്. മനസ്സിലായില്ലേ? ശരിയാണ്, 20 വയസ്സ് മുതൽ ഒരു 19 മുതൽ 30 വയസ്സ് വരെയുള്ള ഭൂരിഭാഗം ആൾക്കാരും ഇന്ന് ഈ എംപ്റ്റിനെസ് അനുഭവിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും. ഞാൻ ഇതിനെ പറ്റിയിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടിയിൽ എത്രയോ ആയിരക്കണക്കിന് കമൻ്റാണ്. നിങ്ങൾ ജോത്സ്യനാണോ, എങ്ങനെ മനസ്സിലായി, എല്ലാവരും പറയുന്നുണ്ട്, എനിക്കും ഇതുണ്ട്, ശരിക്കും റിലേറ്റബിൾ ആണ്, എന്തോരം കമൻ്റാണെന്നറിയോ. അങ്ങനെ ഇത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭൂരിഭാഗം ആൾക്കാരും ഇന്ന് സക്സസ് എങ്ങനെ ആയിരിക്കണം എന്ന് പറഞ്ഞ് ഉള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ, സൊസൈറ്റി തന്നേക്കുന്ന ഒരു കോൺസെപ്റ്റ്. ഈ പ്രായത്തിനുള്ളിൽ ജോലി കിട്ടിയിരിക്കണം, ഈ പ്രായത്തിനുള്ളിൽ കല്യാണം കഴിച്ചിരിക്കണം, ഇങ്ങനെ ഒരു നല്ല പാർട്ട്ണറാണ്, ഈ ഒരു ഡിക്റ്റേഷൻ പ്രകാരം മുന്നോട്ട് പോകുന്ന ആൾക്കാരാണ് പലവരും. മനസ്സിലായില്ലേ? ഒരു പോയിന്റിൽ പോലും ഈ ചെക്ക് ലിസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട്, ഇങ്ങനെ നോക്കുന്നത് സ്റ്റോപ്പ് ചെയ്തിട്ട്, അവർക്ക് യഥാർത്ഥത്തിൽ എന്താണ് വേണ്ടത്, എങ്ങനെ ആവണം എന്ന് ചിന്തിക്കാനുള്ള ഒരു നിമിഷം പോലും എടുത്തിട്ടില്ല. ബാക്കിയുള്ളവരുടെ, ഒരു പക്ഷേ അവരുടെ പാരൻസിൻ്റെ ആയിരിക്കാം, അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ആയിരിക്കാം, അതല്ലെങ്കിൽ സൊസൈറ്റി കൊടുത്തേക്കണ ആ ഒരു സക്സസിൻ്റെ ഡെഫിനേഷൻ പ്രകാരമാണ് അവർ മുന്നോട്ട് പോയേക്കണത്. അങ്ങനെ പോകുമ്പോൾ ലാസ്റ്റ് എല്ലാം എത്തിയിട്ടും ലൈഫിൽ എന്തോ 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 ബിരിയാണിക്ക് മസാല കുറവുണ്ട് എന്നുള്ളൊരു തോന്നലാണ് അവിടെ. മനസ്സിലായില്ലേ? അപ്പോൾ അതാണ് ഇവിടെ സ്റ്റക്കാവാനുള്ള മെയിൻ കാരണം. ശരിക്ക് ഈ സക്സസ് എന്നുള്ളത്, ഇപ്പം ഞാൻ ഒരു ഡ്രീം ജോബ് അച്ചീവ് ചെയ്ത് കഴിഞ്ഞു. അപ്പം ഞാൻ ശരിക്ക് സക്സസ് ആയിട്ടുണ്ടാവുമായിരിക്കാം. എൻ്റെ ഗോളിൽ എന്നെ സംബന്ധിച്ചിടത്തോളം അത് സക്സസ് ആണ്. പക്ഷെ അത് ശരിക്കും ഫുൾഫിൽ ആയിട്ടുണ്ടാവും നമ്മളെ സംബന്ധിച്ചിടത്തോളം. നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ പലരും അത്
ശരിക്കും സക്സസ് ഈക്വൽ ടു ഫുൾഫിൽമെൻ്റ് ആണോ വരുന്നത്? ഒരിക്കലും എനിക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. സക്സസ്സും ഫുൾഫിൽമെൻറ്റും തമ്മിൽ വ്യത്യാസമുണ്ട്. സക്സസ് എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് മാതിരി പുറത്തുനിന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് നല്ല കാറുണ്ടാവും, നിങ്ങൾക്ക് നല്ലൊരു വീടുണ്ടാവും, നിങ്ങൾ പുതിയ ഒരു അപ്പാർട്ട്മെൻറ്റ് വാങ്ങിയിട്ടുണ്ടാവും, നല്ല ജോലി ഉണ്ടാവും, നല്ലൊരു പാർട്ട്ണർ ഉണ്ടാവും. അതൊക്കെ സക്സസ്സാണ്. സൊസൈറ്റി ഡിക്റ്റേറ്റ് ചെയ്യണ കാര്യങ്ങളാണല്ലോ. ഫുൾഫിൽമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉള്ളിൽ നിന്ന് വരുന്ന ഒരു തോന്നലാണ്. മനസ്സിലായില്ലേ? ഞാൻ പല ആൾക്കാരെ കണ്ടിട്ടുണ്ട് ഭയങ്കര ഹൈ പേയിങ് ജോബിലൊക്കെ ആയിരിക്കും. പക്ഷെ അവർ ലൈഫിൽ ഭയങ്കര ഡിപ്രസ്ഡ്, ഒരു സങ്കടം, എന്തോ ഒരു കുറവുള്ള പോലെ. അറ്റ് ദ സെയിം ടൈം ഞാൻ വേറെ ഞാൻ ഏറ്റവും സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞുതരാം. ഭയങ്കര ഹൈ പേയിങ് ജോബ്, ഭയങ്കര ഫാൻസി ആയിട്ടുള്ള ജോബ്. പക്ഷെ അവർക്ക് ഒരാഴ്ച കഴിഞ്ഞ് മൺഡേ തിരിച്ച് ആ ജോബിൽ കയറുന്നത് ആലോചിച്ചിട്ട് സ്ട്രെസ്സാണ്. എന്നാൽ ചിലവരുണ്ടാവും അത്ര ഫാൻസി ജോബൊന്നും ആയിരിക്കൂല. തീർച്ചയായിട്ടും എന്നെ പോലുള്ള ഒരുപാട് പേര്, ഞാനിപ്പോൾ അതൊരു സിറ്റുവേഷനിൽ കടന്നു പോകുന്നുണ്ട്. പല തിങ്കളാഴ്ച ആകുമ്പോഴും നമ്മളൊക്കെ മെയിമൊക്കെ ഇങ്ങനെ ശ്രദ്ധിക്കാറുണ്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ. തിങ്കളാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈവൻ ഒരു കോർപ്പറേറ്റ് ജോബിലുള്ള ആൾക്കാർക്ക് സംബന്ധിച്ചിടത്തോളം ഒരു പേടിയല്ല, ഇന്ന് പോകണ്ടേ എന്നുള്ള കരുതുന്ന ഒരു തോട്ടാണ് എപ്പോഴും വരിക. അപ്പം നേരെ മറിച്ച് വെള്ളിയാഴ്ച എന്ന് പറയുന്നത് സമാധാനം, ഇന്നത്തോടുകൂടി പരിപാടി കഴിഞ്ഞല്ലോ. പുറത്തുനിന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് നല്ല ജോലിയുണ്ട്, നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷേ അത് സക്സസ് യെസ്, പക്ഷേ യു ആർ നോട്ട് ഫുൾഫിൽഡ്. ഒബ്വിയസ്ലി ഫുൾഫിൽമെന്റ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത്ര ഫാൻസി ആയിട്ടുള്ള ജോബ് ആയിരിക്കില്ല, പക്ഷേ എല്ലാ ദിവസവും ആ ജോബിന് പോകാനുള്ള ഒരു മനസ്സ്, ഒരു സുഖം, ഒരു സന്തോഷം, അതാണ് ഫുൾഫിൽമെന്റ്. എൻ്റെ സർക്കിളിലൊക്കെ ഒരുപാട് പേര് ഇങ്ങനെ പല സ്റ്റാർട്ടപ്പ്സ് ചെയ്യുന്നുണ്ട്. ഒരുപാട് പേര് പല ബിസിനസ്സിനെ ഐഡിയേറ്റ് ചെയ്യുന്നുണ്ട്. ജോബ് കിട്ടാൻ പ്രിപ്പയർ ചെയ്യുന്ന ഒത്തിരി പേരുണ്ട്. പിന്നെ നമുക്കറിയാം എക്സാംസ് ആയാലും എല്ലാത്തിനും ഒരു പ്രോസസ്സ് ഉണ്ട്. പല ചലഞ്ചസ് നമ്മൾ നേരിടുന്നുണ്ട്. ശരിക്ക് ഞാൻ എന്തിനോ വേണ്ടി ചെയ്യുന്നൊരു ഫീലൊക്കെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ശരിക്കും എൻ്റെ ഒരു ഡ്രീം ജോബ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ സ്റ്റെപ്പുകൾ ഉണ്ടാവുമായിരിക്കും. പക്ഷേ സ്റ്റെപ്പൊക്കെ ഞാൻ ഇതൊരു വേറെ മൈൻഡിലാണ് ഞാൻ എടുത്ത് ചെയ്യുന്നത്. പക്ഷെ എനിക്കത് ഹാപ്പി ആവാൻ പറ്റുന്നില്ല. ശരിക്കും നമ്മളൊരു അച്ചീവ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു സക്സസ് അച്ചീവ് ചെയ്യുന്ന സമയത്ത് ആ ഹാപ്പിനെസ് ശരിക്കും നമുക്ക് ത്രൂ ഔട്ട് കൊണ്ടുപോകാൻ പറ്റും. എങ്ങനെയാണ് ആ പ്രോസസ്സ് ഹാപ്പി ആക്കാൻ പറ്റുന്നത്? ഈ പ്രോസസ്സ് ഹാപ്പി ആക്കാൻ പറ്റണമെന്ന് പറഞ്ഞാൽ ഇവിടെ ലൈഫിൽ എപ്പോഴും ഹാപ്പനിങ്, അതല്ലെങ്കിൽ ആ ഭംഗിയുള്ള ഭാഗങ്ങളൊക്കെ നടക്കുന്നത് നമ്മൾ പറയുന്ന ആ ഗോളിൽ, എൻഡ് ഗോൾ, അതിൻ്റെ ഇൻ ബിറ്റ്വീൻ മൊമെൻറ്റ്സിലാണ്. മനസ്സിലായില്ലേ? ഇപ്പോൾ ഞാൻ ഒരു ക്വോട്ട് കേട്ടിട്ടുണ്ട്. ഇത് ശരിയാണെന്ന് എനിക്കറിയില്ല. ഐ മീൻ ലൈക്ക് ദ ക്വോട്ട് കറക്റ്റ് ആണോന്ന് എനിക്കറിയില്ല. ഇറ്റ്സ് നോട്ട് ദ ജേർണി, ഇറ്റ്സ് നോട്ട് ദ ഡെസ്റ്റിനേഷൻ ബട്ട് ദ ജേർണി ആൻഡ് ദി കമ്പനി. മനസ്സിലായില്ലേ? അപ്പോൾ ലൈഫിൽ ഇങ്ങനൊരു എൻഡ് പോയിന്റിനെ നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നതിന് പകരം അതിൻ്റെ ആ പ്രോസസ്സിൽ നമ്മളിപ്പോൾ പല പുതിയ ആൾക്കാരെ മീറ്റ് ചെയ്യും, പുതിയ ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യും, ചെറിയ ചെറിയ മൊമെന്റ്സ് എൻജോയ് ചെയ്യും, പുതിയ കാര്യങ്ങൾ ട്രൈ ചെയ്യും, എൻഗേജ് ചെയ്യും. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ആ പ്രോസസ്സ് മീനിങ് ഫുൾ ആവും. മനസ്സിലായില്ലേ? അതിന് കൂടുതൽ ഭംഗി വരും. ഈ ഒരു അവസാനത്തെ ആ ഫിനിഷ് ലൈനിൽ മാത്രം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ മിസ് ചെയ്യും. മനസ്സിലായില്ലേ? അപ്പോൾ ആ ജേർണി കംപ്ലീറ്റ് ആയിട്ട് ബോറാവും. ഇനി അഥവാ നമ്മുടെ ഔട്ട്കം നെഗറ്റീവായിട്ടാണ് കിട്ടിയത് എന്നുണ്ടെങ്കിലും ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായത് കൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും, സംഭവം വിചാരിച്ച മാതിരി നടന്നില്ല, പക്ഷെ കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. ഞാൻ എപ്പോഴും ഒരു സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സിൻ്റെ ഇടയിലൊക്കെ കോമൺ ആയിട്ടുള്ളത്, അല്ലെങ്കിൽ ഒരു ബിസിനസ് ചെയ്യുന്ന ആൾക്കാരിലൊക്കെ കോമൺ ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു സാധനമാണ്. ഫെയിലായി, ബട്ട് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ. കാരണം അവർ ആ ജേർണിയാണ് എൻജോയ് ചെയ്തത്. മനസ്സിലായില്ലേ? ആ ഫിനിഷ് ലൈനിലല്ല അവർ നോക്കിയത്. മനസ്സിലായില്ലേ? ആ ജേർണി, ആ യാത്ര. ജാഗിദ് പറഞ്ഞപ്പോൾ എനിക്കിങ്ങനെ നോട്ട് ചെയ്തു. ഞാൻ റീസെൻ്റ്ലി എവിടെയോ ഒന്നിങ്ങനെ നോട്ടീസ് ചെയ്തു, ഈ അറൈവൽ ഫാലസി എന്നുള്ള ടേം സംതിങ് റിലേറ്റബിൾ ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ എന്തായിരിക്കും ഈ അറൈവൽ ഫാലസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഒരു തോന്നലാണ്, ഈ ജോബ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഹാപ്പി ആയിരിക്കും, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയെ കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ ഞാൻ ഹാപ്പി ആയിരിക്കും, ഈ വണ്ടി വാങ്ങിക്കഴിഞ്ഞാൽ ഹാപ്പി ആയിരിക്കും, ഈ വീട് കൊടുത്തു കഴിഞ്ഞാൽ ഹാപ്പി ആയിരിക്കും. ആ തോന്നലാണ്. പക്ഷെ അവസാനം ഇത് വാങ്ങിക്കഴിയുമ്പോഴും ഇത് എന്നാലും ഒരു ഹാപ്പി ആയില്ലല്ലോ, ഒന്ന് അടുത്തതിലോട്ട് പോവാം. നിങ്ങളൊരു മത്സരത്തിൽ പങ്കെടുക്കണേ, റണ്ണിങ് റേസിൽ പങ്കെടുക്കണേ, പക്ഷെ ആ ഫിനിഷ് ലൈനിൽ എത്തുമ്പോൾ അകലം കൂടിക്കൊണ്ടിരിക്കണേ, ഫിനിഷ് ലൈൻ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കണേ, നിങ്ങൾ ഒരിക്കലും എത്തണില്ല അവിടെ. അതാണ് അതിന്റെ റിയാലിറ്റി. അതെ. കാരണം ഒരിക്കലും ഇങ്ങനൊരു ഇങ്ങനൊരു ചെറിയൊരു ഇവന്റ് പെട്ടെന്ന് ഒരു സംഭവം വന്ന് നമ്മളെ ഹാപ്പി ആക്കി എടുക്കും എന്നുള്ള ഒരു സംഭവം, അതൊന്നും റിയാലിറ്റി അല്ല, ഒന്നും യാഥാർത്ഥ്യത്തിൽ പോസിബിൾ അല്ല.
യാ ഈ റിയാലിറ്റി പറഞ്ഞപ്പോൾ എനിക്ക് എപ്പോഴും ഇങ്ങനെ ഓർമ്മ വരുന്നു. ഞാനൊക്കെ എൻ്റെ സ്ക്രീൻ ടൈമൊക്കെ എടുത്ത് നോക്കുന്ന സമയത്ത് ഓൾമോസ്റ്റ് ഒരു 9 ഹവേഴ്സ് 10 ഹവേഴ്സ് ഒക്കെ ഉണ്ടാവും. ഒരു മനുഷ്യൻ ശരാശരി എണീച്ച് നിൽക്കുന്ന ഒരു സമയമൊക്കെ ഞാൻ എൻ്റെ ഫുൾ ടൈം അതിനാണ്. സി പലപ്പോഴും നമ്മളൊക്കെ ഞാൻ എൻ്റെ ഒരു ജോബിൻ്റെ പാർട്ടൊക്കെ ആയിട്ട് മൊബൈലിലായിരിക്കും, കോളിംഗ് ആയിരിക്കും, മീറ്റിങ്സ് ആയിരിക്കാം, മേ ബി ഒരുപാട് കൺസ്യൂം ചെയ്യാറുണ്ട്. പക്ഷെ നമ്മൾ ഒരു ഒഴിവ് കിട്ടുന്ന സമയത്ത് അല്ലെങ്കിൽ രാത്രി വന്നിട്ട് എപ്പോഴും ഇൻസ്റ്റഗ്രാം, ഇപ്പോൾ ജെൻസി ആണ് ഞാൻ അടക്കമുള്ള യൂത്തിൻ്റെ ഒരു പ്രശ്നം. എന്നാൽ പലപ്പോഴും ജെൻസി ആയിട്ട് തോന്നുന്ന ആൾക്കാർക്ക് പലപ്പോഴും ഇൻസ്റ്റഗ്രാമിലാണ് കാര്യങ്ങളെല്ലാം പോസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പം എൻ്റെ മൈൻഡിൽ എന്താണോ തോട്ടുള്ളത് ചിലപ്പോൾ അതെനിക്ക് റീലായിട്ട് കിട്ടുന്നുണ്ട്. ആ രീതിയിൽ അത്രയും അപ്ഡേറ്റഡ് ആണ് കാര്യങ്ങളെല്ലാം. അപ്പം ഞാൻ മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ ഞാൻ കൺസ്യൂം ചെയ്യുന്ന പല സാധനങ്ങളും ഭയങ്കരമായിട്ട് മോട്ടിവേഷണൽ ഡോപ്പമൈൻ ഇങ്ങനെ 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 കൂട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്, റൈറ്റ്? അപ്പം ഇത് ഇപ്പോൾ പറഞ്ഞപ്പോൾ ഇങ്ങനെ തോന്നുന്നുണ്ട്, ഇത് ശരിക്കും റിയാലിറ്റി അല്ലാന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പലരെയും ഹാപ്പി ഫേസസ് മാത്രമാണ് ഇൻസ്റ്റഗ്രാം ത്രൂ നമ്മൾ മുന്നോട്ടിലോട്ട് വരുന്നത്. സോ ഞാൻ ഇപ്പോൾ ടോപ്പ് ജി എന്ന് പറഞ്ഞൊരു പുള്ളിക്കാരൻ ഇൻഫ്ലുവൻസറൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ആൻഡ്രൂ ടേറ്റ് ആണ്. അതെ ആൻഡ്രൂ ടേറ്റ്. പുള്ളിയൊക്കെ പുള്ളി കോഴ്സ് സെല് ചെയ്യുന്നതാണ് ശരിക്കും ആക്ച്വൽ ഫേസ്. പുള്ളി ഇത് ഭയങ്കര സ്പോർട്സ് കാറിൽ വരുന്നുണ്ട്. പുള്ളിയുടെ ഒരു ലക്ഷറി ലൈഫൊക്കെ കാണുന്ന സമയത്ത് എനിക്കും തോന്നും ഞാനും കുറേ കാര്യങ്ങളൊക്കെ അച്ചീവ് ചെയ്യാനുണ്ട്. പക്ഷെ ഞാൻ ആക്ഷൻസ് അല്ല എടുക്കുന്നത്. ഞാനിപ്പം അതിനകത്ത് ഇരുന്നിട്ട് എന്നെ ഇങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യാണ് ചെയ്യുന്നത്. ഇത് എത്രത്തോളം ഡേഞ്ചറാണ്, അല്ലെങ്കിൽ ഇത് എത്രത്തോളം ആൾക്കാരെ മെൻ്റലി എങ്ങനെയാണ് ഇത് ബാധിക്കുന്നത് ആക്ച്വലി ഈ ഒരു എംപ്റ്റിനെസ്സിന് അല്ലേ? എക്സാക്ട്ലി. ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് എംപ്റ്റിനെസ് ഉണ്ടാക്കാൻ ഒരു വലിയൊരു കാരണമാണ്. ഇപ്പോൾ മെയിനായിട്ട് പറയണമെങ്കിൽ നമ്മൾ എപ്പോഴും ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണുന്നത് ഒരാളുടെ ഹൈലൈറ്റ് റീൽ മാത്രമാണ്. ബിഹൈൻഡ് ദ സീൻസ് ഒന്നും നമ്മൾ ഇതുവരെ ഒരാളും കാണിക്കാറില്ല. എങ്ങനെയാണ് അവർ ഈ ഒരു പൊസിഷനിലോട്ട് എത്തിയത്, അതല്ലെങ്കിൽ ഇങ്ങനെ എൻജോയ് ചെയ്യണത് എന്നൊന്നും കാണാറില്ല. നമ്മൾ ഇൻസ്റ്റാഗ്രാം നോക്കുമ്പോൾ ഓരോരുത്തരുടെ സ്റ്റോറി കാണുമ്പോൾ അവർ പാർട്ടി ചെയ്യണ്, അതല്ലെങ്കിൽ ട്രാവൽ ചെയ്യണ്, പുതിയ കാര്യങ്ങൾ ചെയ്യണം. ഞാൻ എപ്പോഴും നോക്കുന്ന ഒരു പുതിയ കാറ് വാങ്ങിച്ചാലിടും, ഒരു ബർത്ത്ഡേ പാർട്ടിക്ക് പോയി കഴിഞ്ഞാൽ അത് അവർ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ അടക്കം ചെയ്യുന്ന ആൾക്കാരാണ്. ഞാൻ ഒരു ഹോട്ടലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നല്ല ആൾക്കാരെ കാണിക്കും. ആ ഒരു രീതിയാണ് ടെൻഡൻസി. ശരിക്കും അതൊരു ഫേക്ക് സക്സസ് അല്ലേ? അങ്ങനെയല്ല കാണിക്കുന്നത്. ഫേക്ക് ആയിട്ട് നമ്മളൊരു ഫേക്ക് ഫേസ് അല്ലേ നമ്മൾ അവിടെ കാണിക്കുന്നത്. പിന്നെ അത് ഒരാൾക്ക് എപ്പോഴും ഇന്ന് നമുക്ക് പറയാം എല്ലാവർക്കും 2 ഫേസ് ഉണ്ട് എന്നാണ്. ഒരെണ്ണം അവരുടെ റിയൽ സെൽഫും, മറ്റത് പേഴ്സണൽ സോഷ്യൽ മീഡിയയിലൊക്കെ ഉള്ളത് വേറൊരു സെൽഫാണ്. അതല്ല യഥാർത്ഥ സെൽഫ് അവരത്. മനസ്സിലായില്ലേ? അപ്പം ആ കാണിക്കണതൊക്കെ ഫേക്കാണ് എന്നൊന്നും ഞാൻ പറയൂല. പക്ഷെ അത് ഹൈലൈറ്റ് റീലാണ്. അതിൻ്റെ ബിഹൈൻഡ് ദ സീൻസ് നിങ്ങൾ ആരും കാണില്ല എന്ന് മാത്രം. മനസ്സിലായില്ലേ? അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് നമ്മളിത് കാണുമ്പോൾ ഇപ്പോൾ ഇവർ പാർട്ടി ചെയ്യണതും ട്രാവൽ ചെയ്യണതും എൻജോയ് ചെയ്യണതൊക്കെ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ഏതൊരു മനുഷ്യനാണെങ്കിലും കമ്പയർ ചെയ്ത് പോകും. നമ്മുടെ ലൈഫും അവരുടെ ലൈഫും കമ്പയർ ചെയ്ത് പോകും. എന്നിട്ടും ഭയങ്കര ഒരു വലിയ ഗ്യാപ്പ് കാണുമ്പോൾ എന്തായാലും ഒരു എംപ്റ്റിനെസ് അല്ലെങ്കിൽ ഒരു വിഷമം നമുക്ക് തോന്നൂല. അതെന്തായാലും ഉണ്ടാവുമല്ലോ. മനസ്സിലായി. ശരിക്കും ഞാൻ എൻ്റെ ഒരു ലൈഫിൻ്റെ മീനിങ് അല്ലെങ്കിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ എങ്ങനെയാണ് കണ്ടെത്തേണ്ടത്? ഈ ലൈഫിൻ്റെ മീനിങ് എന്നൊക്കെ പറയുമ്പോൾ അത് ഭയങ്കര സബ്ജക്റ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പം ഞാൻ എൻ്റെ മീനിങ് പറഞ്ഞുതരാം, എൻ്റെ പേർപ്പസ് പറഞ്ഞുതരാം. എൻ്റെ ലൈഫിലെ പേർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിച്ച് തീർക്കുക എന്നതാണ്. ജീവിതം ജീവിച്ച് തീർക്കുക, അത് മാക്സിമം ഹാപ്പി ആയിട്ട് നിന്ന് പ്രസൻറ്റ് മൂമെൻറ്റ് എൻജോയ് ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. ജീവിതം ആകുമ്പോൾ സ്വാഭാവികമായിട്ടും നെഗറ്റീവായിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടാവും. അപ്പോൾ ഈ നെഗറ്റിവിറ്റിയും പോസിറ്റിവിറ്റിയും ഡള്ളായിട്ടുള്ള ദിവസങ്ങളും നല്ല ഹാപ്പി ആയിട്ടുള്ള ദിവസങ്ങളും അതിൻ്റെ പൂർണ്ണതയിൽ തന്നെ ആക്സെപ്റ്റ് ചെയ്ത് അതിൽ ലയിച്ച് മുന്നോട്ട് പോകുക എന്നതാണ് എൻ്റെ ഫിലോസഫി. അത് അങ്ങനെയാണ് ഞാൻ സാറ്റിസ്ഫൈഡ് ആവണത് ലൈഫിൽ. നമ്മളിടയിൽ തന്നെ പലരും ഒരു ഡിപ്രഷൻ സ്റ്റേറ്റിലേക്കൊക്കെ വരുന്ന സിറ്റുവേഷൻ കാണാറുണ്ട്. എൻ്റെ സർക്കിളിൽ തന്നെ പലരും സൈക്കാട്രിസ്റ്റിനൊക്കെ കാണിച്ചിട്ട് ടാബ്ലറ്റ് എടുക്കുന്ന ഒരു സിറ്റുവേഷനൊക്കെ പലപ്പോഴും ഉണ്ടാവാറുണ്ട്. അപ്പം അതൊരു പക്ഷേ അവർ ഹാപ്പിനെസ് എന്നുള്ളതൊന്നും ആയിരിക്കില്ല, അതിലപ്പുറത്തേക്ക് അവരെന്തോ ഒരു സ്റ്റേറ്റിലേക്ക് താഴോട്ട് പോയിട്ടുണ്ട്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഞാൻ ചിന്തിക്കുന്നത് ഇതൊക്കെ അങ്ങനെ സിറ്റുവേഷൻ വരുന്ന സമയത്ത് ഒരാൾ പോയി കാണണം, അല്ലെങ്കിൽ ഒരു കൺസൾട്ട് ചെയ്യണം, സൈക്കോളജിസ്റ്റിനെ പോയി കൺസൾട്ട് ചെയ്യണം എന്നാണ്. പലർക്കും ഈ എംപ്റ്റി ഫീല് ഏത് പോയിന്റിലാണ് ഒരു കൺസേണിങ് ആയി മാറുന്നത്, കൺസൾട്ടേഷനിലേക്ക് മാറേണ്ടത് എന്നുള്ളത് ഒരു തോന്നൽ എപ്പോഴാണ് ശരിക്കും വരേണ്ടത് ആക്ച്വലി? എല്ലാവർക്കും ലൈഫിൽ ഡൾ മൊമെൻറ്റ്സ് ഉണ്ടാവും, ഓഫ് ഡേയ്സ് ഉണ്ടാവും, നെഗറ്റീവായിട്ടുള്ള ദിവസങ്ങളുണ്ടാവും. അപ്പോൾ അത് ഇന്നെവിറ്റബിൾ ആയിട്ടുള്ള കാര്യമാണ്. മനസ്സിലായില്ലേ? നമുക്ക് ഇടയ്ക്ക് ഡ്രൈ ആയിട്ടുള്ള ദിവസങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളൊക്കെ അങ്ങനെ മുന്നോട്ട് പോയി എന്ന് വിചാരിച്ച് കുഴപ്പമൊന്നുമില്ല.
പക്ഷേ ഇത് ആഴ്ചകളോളം നീണ്ടു നിൽക്കുന്ന എംപ്റ്റിനെസ് ആണ്, അതല്ലെങ്കിൽ മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന എംപ്റ്റിനെസ് ആണ്. നിങ്ങളുടെ അപ്പറ്റൈറ്റിനെ ഇത് ബാധിക്കുന്നുണ്ട്, നിങ്ങളുടെ സ്ലീപ്പിനെ ബാധിക്കുന്നുണ്ട്, നിങ്ങളുടെ ഒക്യുപ്പേഷനെ ബാധിക്കുന്നുണ്ട്, അതായത് ഡെയിലി റൂട്ടീൻ തന്നെ ബാധിക്കുന്നുണ്ട്. നിങ്ങളുടെ സോഷ്യൽ ലൈഫ്, നിങ്ങൾക്ക് പുതിയ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാനും നിങ്ങളുടെ ഇപ്പോഴത്തെ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനും ഇത് ബാധിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ ഇത് കൺസേണിങ് ആണ്. അപ്പോൾ നിങ്ങൾ റീച്ച് ഔട്ട് ചെയ്യണം. യു ഷുഡ് റീച്ച് ഔട്ട് ഫോർ ഹെൽപ്പ്. മേ ബി നിങ്ങളുടെ ഏറ്റവും ക്ലോസ് ഫാമിലി മെമ്പർ, അതല്ലെങ്കിൽ ഫ്രണ്ട്സ്, ഇനി അതും അല്ലെങ്കിൽ ഒരു പ്രൊഫഷണലിനെ കാണാൻ ഒരിക്കലും മടിക്കരുത്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. ഓക്കെ. അപ്പോൾ അത് പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ ആലോചിക്കുന്നത്, ഇത് ഒരു പക്ഷേ ഇതൊക്കെ നമ്മുടെ ഫ്രണ്ട്സ് വെച്ചിട്ട് ഹീൽ ചെയ്യാൻ പറ്റിയേക്കാം, നമ്മൾ സർക്കിൾ ഹീൽ ചെയ്യും. അപ്പോൾ നമ്മൾ ഭയങ്കര ചൂസ് ചെയ്യുന്ന സമയത്ത്, ഒരു സർക്കിൾ ചൂസ് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും പറയാറുണ്ട് സെലക്റ്റീവായിട്ട് ചൂസ് ചെയ്യണമെന്നുണ്ട്. ശരിക്കും ഇത് എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് നമ്മളെ? അതായത് നമ്മുടെ കമ്മ്യൂണിറ്റി അതെ, ഒരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ നമ്മുടെ സർക്കിൾ, നമ്മുടെ ഫ്രണ്ട്സ്, നമ്മുടെ ഫാമിലിയൊക്കെ നമ്മൾ എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടാവുമായിരിക്കാം. ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ടെന്നൊക്കെയാണല്ലോ. തീർച്ചയായിട്ടും അങ്ങനെയാണ് കേട്ടിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളാവാനും നിങ്ങളെ പൂർണ്ണമായിട്ടും എങ്ങനെയാണോ അങ്ങനെ ആക്സെപ്റ്റ് ചെയ്യാനും നിങ്ങളെ ഇവോൾവ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യണ ഒരു കമ്മ്യൂണിറ്റി ആണ് എന്നുണ്ടെങ്കിൽ നല്ലതാണ്. ഇപ്പം നമുക്ക് എല്ലാം നേടി, എല്ലാം എൻജോയ് ചെയ്യാൻ പറ്റണം, എൻജോയ് ചെയ്യാനല്ല, എല്ലാം നേടി, എല്ലാം സക്സസ്ഫുള്ളായിട്ട് മുന്നോട്ട് പോകണേന്. പക്ഷേ ഇതൊന്നും നമുക്ക് പങ്കുവെക്കാനോ ഷെയർ ചെയ്യാനോ ആരും ഇല്ലെങ്കിൽ ഡ്രൈ ആണ്. അപ്പോൾ ഇത് അല്ലേ നിങ്ങൾക്ക് തോന്നണില്ലേ അവർ വേണ്ടേ, ലൈഫിൽ വേണ്ടേ? തോന്നിയിട്ടുണ്ട്. എന്തായാലും ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. അവർ വേണം, അല്ലെങ്കിൽ ബോറൻ ലൈഫ് ഭയങ്കര ഡ്രൈ ആണ്. ഇപ്പോൾ എനിക്ക് കുറേ ഫ്രണ്ട്സ് ഉണ്ട്, എനിക്ക് അവരില്ലാണ്ട് പറ്റുന്നില്ല. എനിക്ക് റിലേറ്റബിൾ ആയിട്ടൊരു എക്സാമ്പിൾ ഞാൻ അങ്ങനെ പറയുകയാണ്. എൻ്റെ കോൺടാക്റ്റിൽ അറൗണ്ട് 1000+ കോൺടാക്ട്സ് ഉണ്ട്. എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ നല്ല 1000+ ഫോളോവേഴ്സ് ഉണ്ട്. ലൈക്ക് എൻ്റെ സർക്കിളിലും അങ്ങനെ പലരും കേട്ടിട്ടുണ്ട് ഞാൻ. ഇപ്പോൾ നമ്മളെ ഫേവറേറ്റ് ഒക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. നമ്മളെ പഴയ കോളേജിൽ പഠിച്ചത്, സ്കൂളിൽ പഠിച്ചത്, ഒത്തിരി പേര് ക്ലോസ് ഫ്രണ്ട്സിലൊക്കെ ഉണ്ടാവും. പക്ഷേ ഒരു പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ ഭയങ്കര കണക്റ്റഡ് ആയിട്ടുള്ള ലൈഫാണ് നമ്മുടെ ഇതെല്ലാം. സോഷ്യൽ മീഡിയ ഭയങ്കര കണക്റ്റഡ് ആണ്, നമ്മളെല്ലാവരും ഒരുപക്ഷെ എല്ലാവരും ഒരു കാണുന്നുണ്ടാവായിരിക്കാം. പക്ഷെ ഏതെങ്കിലും ഒരു സമയത്ത് ഞാൻ ഒരു ഫ്രീ ആയി, അല്ലെങ്കിൽ ഒരു പ്രത്യേക സമയം കിട്ടുന്ന സമയത്ത് എനിക്ക് ചിലപ്പോൾ ഓപ്പൺ ചെയ്യാൻ, ഫോർ എക്സാമ്പിൾ ഭയങ്കരമായിട്ട് ക്രൗഡ് ഉണ്ട് നമ്മളെ അടുത്ത്, പക്ഷേ ഒരു ലോൺലിനെസ് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഓപ്പൺ ചെയ്യാന്ന് പറയുമ്പോൾ എങ്ങനെ ഓപ്പൺ ചെയ്യണ കാര്യം? എനിക്കൊന്ന് സംസാരിക്കാൻ, റിലാക്സ് ആയിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ടുള്ളതായിരിക്കാം മേ ബി, അല്ലെങ്കിൽ ഒന്ന് കാഷ്വലി വിളിച്ചിട്ട് ഒന്ന് സംസാരിക്കാൻ അങ്ങനെ തോന്നാൻ ചിലപ്പം എനിക്ക് എൻ്റേതായ കുറേ ലിമിറ്റേഷൻ ആ സമയത്ത് വരാറുണ്ട്. ഇത് ഭയങ്കര കോമൺ ആണോ? ഇത് കോമൺ ആണ്, കുറേ പേര് ഇത് അനുഭവിക്കുന്നുണ്ട്. പലവർക്കും പേഴ്സണലായിട്ടുള്ള കുറേ പ്രശ്നങ്ങളുണ്ട്. വളർന്നു വന്ന രീതികൾ, അവരുടെ ലൈഫിലുണ്ടായിരുന്ന സിറ്റുവേഷൻസ്, എക്സ്പീരിയൻസ്, അതിൽ നിന്നൊക്കെ കിട്ടുന്ന ചില ഇൻസെക്യൂരിറ്റീസ് കൊണ്ടാവാം, ഇന്നഡിക്വസി കൊണ്ടാവാം. അങ്ങനെ പല പല പ്രശ്നങ്ങൾ കാരണമാണ് അവർക്ക് അങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റാത്തത്. പിന്നെ ഏറ്റവും മെയിനായിട്ട് എന്ന് പറയുന്നത്, നമുക്ക് ഏറ്റവും അകലം കൂടിയ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മളായിട്ട് തന്നെ ഉള്ളതാണ്. മനസ്സിലായില്ലേ? അതാണ് ഈ കണക്റ്റഡ് ആയിട്ടുള്ള വേൾഡിൽ എപ്പോഴും ഒരു ക്രൗഡിലാണെങ്കിലും ക്രൗഡിൻ്റെ നടുക്ക് നിന്നിട്ടും ഒരു ലോൺലിനെസ് ഫീൽ ചെയ്യണത്. കാരണം അവർക്ക് അവരായിട്ട് തന്നെ ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാൻ പറ്റണില്ല. എപ്പോഴും അവരൊന്നല്ലെങ്കിൽ അവരുടെ പാസ്റ്റിനോർത്തിട്ട്, അതല്ലെങ്കിൽ ഫ്യൂച്ചറിനോർത്ത് ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കണം. ഇപ്പോഴത്തെ പ്രസന്റ് മൊമെന്റ് അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റണില്ല. മനസ്സിലായില്ലേ? അവർക്ക് അവരായിട്ട് നിൽക്കാൻ പറ്റണില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ എന്താ ഉണ്ടാവുക? ലോൺലി ആയിട്ട് തോന്നും. മനസ്സിലായില്ലേ? they can't build a relationship with themselves first. ഇനീഷ്യലി ഞാൻ എന്നെ തന്നെ അതെ സ്നേഹിക്കണം എന്നുള്ളതാണ്. അതെ. പിന്നെ എപ്പോഴും ഒരാൾ നമ്മളെ എപ്പോഴും നമ്മൾക്ക് വേണ്ടി ഉണ്ടാവും. നമ്മൾ ഒരാളിൽ ഡിപ്പെൻഡ് ചെയ്യണത് ശരിയല്ലല്ലോ. ഇന്റർ ഡിപ്പെൻഡൻ്റ് ആവാം, പക്ഷെ തോട്ട് ഞാനും ഇങ്ങനെ കാണാറുണ്ട്. റീലിനൊക്കെ നോക്കുന്ന സമയത്തൊക്കെ പലപ്പോഴും നമ്മൾ ആരെയും കൂടുതൽ ഒരുപക്ഷെ നമ്മളൊരു പോയിന്റിലപ്പുറത്തേക്ക് ഡിപ്പെൻഡ് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും പല രീതിയിലുള്ള പ്രശ്നങ്ങളും നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരും എന്നുള്ളത് ഇങ്ങനെ കാണാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പലവരും ഇപ്പോൾ ഇന്ന് സൈക്കോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യണത്. കാരണം അവർക്ക് നല്ലൊരു ഫ്രണ്ടാണ് സൈക്കോളജിസ്റ്റ് എന്ന് പറയുന്നത്, അവരെ ഇവോൾവ് ചെയ്യാൻ സഹായിക്കണം. എക്സാക്ട്ലി. പക്ഷേ നമ്മുടെ സൊസൈറ്റിയിൽ ഇപ്പോൾ സ്റ്റിൽ ഒരു അവയർനെസ്സിൻ്റെ ഒരു കുറവായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഒരാളെ കൺസൾട്ട് ചെയ്യാന്ന് പറയുന്നത് ശരിക്കും ഒരു കുറവായിട്ട് കാണുന്ന ഒരു സൊസൈറ്റി ആയിട്ട് എനിക്ക് ആയിരുന്നു. ഇപ്പോഴും എവിടേക്കോ ആണ്, പക്ഷെ നന്നായിട്ട് മാറിയിട്ടുണ്ട്. നല്ല മാറ്റമുണ്ട്. ഇപ്പം എല്ലാവരും അവരുടെ മെൻ്റൽ ഹെൽത്തിന് പ്രയോറിറ്റി കൊടുക്കുന്നുണ്ട്. അതായത് ഫിസിക്കൽ ഹെൽത്ത് പോലെ തന്നെ മെൻ്റൽ ഹെൽത്തിനും പ്രയോറിറ്റി കൊടുക്കുന്നുണ്ട്. എല്ലാവരും അത് ആക്സെപ്റ്റ് ചെയ്യണുണ്ട്. ഇതൊന്നും ഒരു കുറവല്ല. ഇത് ലൈഫിൽ
ഫിസിക്കൽ ഹെൽത്ത് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ ഒരു ഇമ്പോർട്ടൻ്റ് സംഭവമാണ്. ആണെന്നുള്ളത്. അത് കൺസൾട്ട് ചെയ്യേണ്ടതാണെങ്കിൽ കൺസൾട്ട് ചെയ്തിരിക്കണം എന്നുള്ളൊരു മെൻറ്റാലിറ്റിയിലോട്ട് എത്തിച്ചേർന്നുണ്ട് ആൾക്കാർ എത്തി സൊസൈറ്റി. മാറുന്നുണ്ട്. അതെ അതെ. Yeah, okay. ഈ ഇമോഷണൽ ഇൻ്റലിജൻസ് എങ്ങനെയാണ് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്? ഈ ഇമോഷണൽ ഇൻ്റലിജൻസ് ഡെവലപ്പ് ചെയ്തെടുക്കാൻ നിങ്ങൾ ആദ്യം നിങ്ങളെ തന്നെ വാച്ച് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളായിട്ട് തന്നെ ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളുടെ മനസ്സിൽ കൂടെ ഓടിക്കൊണ്ടിരിക്കണ ഓരോ തോട്ട്സും അതിൻ്റെ അതെവിടെ നിന്നാണ് വരുന്നത്, എങ്ങനെയാണ് വരുന്നത്, അതിൻ്റെ കാരണം എന്താണ്, അതൊക്കെ മനസ്സിലാക്കുക. നിങ്ങളുടെ എല്ലാ തോട്ട്സും വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അതൊക്കെ നമ്മുടെ ഇമോഷൻസിനെ പറ്റി നമുക്ക് നല്ല ഒരു ധാരണ കിട്ടും. മനസ്സിലായില്ലേ? Yeah. ഇന്ന് നമുക്ക് എല്ലാവരെയും അറിയാം, പക്ഷെ നമുക്ക് നമ്മളെ മാത്രം അറിയില്ല. എല്ലാവരെയും ജഡ്ജ് ചെയ്യാൻ എളുപ്പം. നമ്മളാരും നമ്മളെ ക്രിട്ടിസൈസ് ചെയ്യില്ല. ഒന്ന് എല്ലാവരും കണ്ണാടി നോക്കി ഒന്ന് ക്രിട്ടിസൈസ് ചെയ്താൽ മതി. അപ്പം സെൽഫ് ഇവാലുവേറ്റ് ചെയ്യുന്നില്ല. സെൽഫ് ഇവാലുവേറ്റ് ചെയ്യണില്ല. അപ്പം അങ്ങനെ ചെയ്ത് ലാസ്റ്റ് ഒരു പോയിന്റിൽ നമുക്ക് നമ്മളെ പറ്റി അത്യാവശ്യം ഒരു ധാരണ കിട്ടും. നമുക്ക് ഇമോഷണൽ ഇൻ്റലിജൻസ് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും, ഡെവലപ്പ് ചെയ്യാൻ പറ്റും, റെസിലിയൻസ് ബിൽഡ് ചെയ്യാൻ പറ്റും. മനസ്സിലായില്ലേ? Yeah. അങ്ങനെ പിന്നെ ഈ മാക്സിമം പുതിയ എക്സ്പീരിയൻസിന് ഓപ്പൺ ആയിട്ടിരിക്കുക, പുതിയ കാര്യങ്ങൾ അറിയാൻ നോക്കുക, പല ആൾക്കാരായിട്ടും സംസാരിക്കുക, ക്യൂരിയസ് ആയിട്ടിരിക്കുക. ഒരു ഗ്രൂപ്പിനായിട്ട് മാത്രം സ്റ്റിക്ക് ചെയ്യാതെ പല എക്സ്പീരിയൻസ് ഉള്ള പല ആൾക്കാരുടെ അടുത്തും സംസാരിക്കുക. അപ്പോൾ ഇവരുടെ അടുത്തു നിന്നൊക്കെ നമ്മൾ പുതിയ ഇൻഫർമേഷൻ പഠിക്കണം. മനസ്സിലായില്ലേ? അപ്പം നമുക്ക് അവരുടെ ഇമോഷൻസും മനസ്സിലാക്കാൻ പറ്റും. ഡെയിലി എന്തെങ്കിലുമൊക്കെ നമ്മൾ പുതിയ ആക്ടിവിറ്റിയിൽ എൻഗേജ് ചെയ്യും. റൈറ്റ്. ഒരു പെർഫെക്റ്റ് മാൻ എന്നുള്ള കൺസെപ്റ്റ് ശരിക്കും പോസിബിൾ ആണോ? എന്താണ് ഈ മെൻ്റൽ ഹെൽത്തിൽ ഇതിൻ്റെ ഒരു ഡെഫിനിഷൻ? അങ്ങനെ ഒരു പെർഫെക്റ്റ് മാൻ അങ്ങനെ ഒന്നുമില്ല. എല്ലാവരും ഇംപെർഫെക്റ്റ് ആണ്. കംപ്ലീറ്റ് ആയിട്ട് ശരിയായിട്ട് അല്ലെങ്കിൽ പെർഫെക്റ്റ് റൈറ്റ് പേഴ്സൺ അതൊന്നും ഇല്ല. നമ്മൾ റൈറ്റ് പേഴ്സൺ ആയി തീരാൻ അതല്ലെങ്കിൽ ഒരു പെർഫെക്റ്റ് ആവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഇംപെർഫെക്ഷൻസ് ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ ഇംപെർഫെക്ഷൻസ് ഒക്കെ ആക്സെപ്റ്റ് ചെയ്ത് നമ്മളെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കി സൊസൈറ്റിയിൽ നല്ലൊരു കോപ്പറേറ്റ് ചെയ്ത് നല്ലൊരു ഹ്യൂമൻ ബീയിങ് ആയി മാറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയില്ല, പെർഫെക്റ്റ് ആവാൻ ശ്രമിക്കുക എന്നതാണ്. മനസ്സിലായില്ലേ? ട്രൈ ചെയ്യാൻ. അതെ അതെ. ഇപ്പോൾ ഞാൻ തന്നെ ഒരു എംപ്റ്റി സ്റ്റേറ്റിലേക്ക് പോകുന്നത് പോലെ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മൾ ഒന്നിലൊരു സാറ്റിസ്ഫൈ കിട്ടാത്തൊരു സിറ്റുവേഷൻ വരിക. അപ്പം ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഇപ്പം നുറുക്ക് വഴികൾ എന്നൊക്കെ പറയല്ലേ, അതേപോലെ എന്തെങ്കിലും ഒരു ഈസി സ്റ്റെപ്സോ അല്ലെങ്കിൽ പ്രാക്ടിക്കൽ സ്റ്റെപ്സ് എന്തെങ്കിലും ഉണ്ടോ? ഏറ്റവും നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും നല്ലൊരു അഡ്വൈസ് എനിക്ക് പറയാൻ പറ്റുക സ്റ്റാർട്ട് സ്മോൾ. അതായത് ബേബി സ്റ്റെപ്സ്. അതെ. വലിയ സ്റ്റെപ്സ് എടുക്കാൻ പറ്റില്ലല്ലോ. IAS എക്സാമിൻ്റെ തലേനാൾ ഫുൾ സിലബസും പഠിച്ച് തീർക്കാൻ പോണ പോലെ മാതിരിയോ? അങ്ങനെയല്ല, ചെറിയ സ്റ്റെപ്പ് എടുക്കുക. അതായത് മേ ബി ഒരു ഫ്രണ്ടിനെ വിളിക്കുക, ഒരു ഫ്രണ്ടിനെ ഇട്ട് സംസാരിക്കുക, അല്ലെങ്കിൽ ഒന്ന് പുറത്തോട്ട് പോവുക, അല്ലെങ്കിൽ ഗോ ഫോർ എ വാക്ക്. ഓർ മേ ബി ഇനി വർക്കൊക്കെ കഴിഞ്ഞ് നിങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോകുമ്പോൾ വേറൊരു റൂട്ട് എടുക്കുക, പുതിയൊരു കഫേ എക്സ്പ്ലോർ ചെയ്യുക. ഇങ്ങനെ ചെറിയ കാര്യങ്ങൾ കുഞ്ഞു കാര്യങ്ങളൊക്കെ ഡെയിലി ചെയ്യുക. അതെ ചെയ്യുക. നിങ്ങളുടെ ഇതുവരെ ബിൽഡ് ചെയ്ത് കൊണ്ടുവന്നേക്കണ ആ ഡെയിലി റൂട്ടീനില്ലേ, അതൊന്ന് തെറ്റിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. മനസ്സിലായി? ചെറുതായിട്ടൊന്ന് തെറ്റിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. അപ്പോൾ തന്നെ നമ്മൾ ചിലപ്പോൾ അപ്പോഴായിരിക്കും നമ്മളൊരു പുതിയ ഒരാളെ മീറ്റ് ചെയ്യണത്, ലൈഫിലൊരു പുതിയ ഇവൻറ്റ് നടക്കുന്നത്. മനസ്സിലായില്ലേ? എന്തെങ്കിലും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു സംഭവം ലൈഫിൽ അപ്പോഴായിരിക്കും വരുന്നത്. അതെ, അപ്പോഴാണ് ലൈഫ് ഒന്ന് കളർഫുൾ ആവാം. മനസ്സിലായില്ലേ? സോ കീപ് ദാറ്റ് ഇൻ മൈൻഡ്. ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള പല മൊമെന്റ്സും അങ്ങനെയാണ് വരുന്നത്. മേക്ക് സെൻസ്. അതൊരു അടിപൊളി കാര്യമാണ്. സോ ജാഗി കുറേ കാലമായിട്ട് ഈ ഒരു ഫീൽഡിൽ ഇങ്ങനെ ഒരുപാട് പേര് അഡ്രസ്സ് ചെയ്യുന്ന ആക്കുന്നുണ്ട്. സോ ജാഗിക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു 20s അല്ലെങ്കിൽ 30s ആൾക്കാർക്കുള്ള അഡ്വൈസ് എന്തായിരിക്കും? അല്ലെങ്കിൽ ജാഗി മനസ്സിലാക്കേണ്ട എനിക്ക് ഒരു പ്രായത്തിൽ 20s ഏർലി 20s ഇത് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ടാകുന്ന കുറേ കാര്യങ്ങൾ ഉണ്ടാവുമായിരിക്കാം. അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും നമ്മുടെ ഓഡിയൻസിന് കൊടുക്കാൻ പറ്റുന്ന എന്തൊക്കെ? ഇപ്പോൾ എനിക്കിപ്പോൾ പറയാനുള്ളത് ഈ വ്യൂവേഴ്സിനോട്, നിങ്ങളിപ്പോൾ എങ്ങനത്തെ സിറ്റുവേഷനിൽ വന്നെന്ന് എനിക്കറിയില്ല, പക്ഷെ ഒരു കാര്യമാണ്, യു ആർ നോട്ട് എലോൺ. ഒറ്റക്കല്ല. എപ്പോഴും നിങ്ങളെപ്പോലെ തന്നെ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പല ആൾക്കാരുമുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ട്രെയിറ്റ് റോഡല്ല, ഒരു വളവും തിരിവും ഒപ്പം ഉള്ള ഒരു റോഡാണ്. സ്ട്രഗിൾ ചെയ്യണം. അതെ. അപ്പോൾ ഈ സ്ട്രെയിറ്റ് റോഡ് മാത്രം ആക്സെപ്റ്റ് ചെയ്യാണ്ട് ആ വളവും തിരിവും കൂടെ പൂർണ്ണമായിട്ടും ആക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ നോക്കുക എന്നുള്ളതാണ്. ഇപ്പം നിങ്ങൾക്ക് എല്ലാം ലൈഫിൽ ഫിഗർ ഔട്ട് ആവണം എന്നൊന്നുമില്ല. പതുക്കെ ഞാൻ നേരത്തെ പറഞ്ഞത് മാതിരി ബേബി സ്റ്റെപ്സ് ഒക്കെ എടുത്തിട്ട് ലൈഫ് ആക്സെപ്റ്റ് ചെയ്ത് കംഫർട്ടബിളായി നിങ്ങളെ തന്നെ മനസ്സിലാക്കാനും ശ്രമിച്ച് നിങ്ങളെ അംഗീകരിക്കാനും നോക്കിയിട്ട് അങ്ങനെ അങ്ങോട്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത്. സോയ, നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ഇപ്പോൾ കവർ ചെയ്തിട്ടുണ്ട്.
ഒരുപാട് പേര് അഡ്രസ് ചെയ്യുന്ന പല പ്രശ്നങ്ങളും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. യാ, നമുക്ക് ഇത് തുടർന്നും കുറെ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ഇതേപോലത്തെ പല അഡ്രസ് ചെയ്യുന്നത്. അപ്പം നെക്സ്റ്റ് ഒരു എപ്പിസോഡായിട്ട് നമ്മൾ തീർച്ചയായിട്ടും തിരികെ വരും. അതുവരേക്കും താങ്ക് യു മിസ്റ്റർ സാഹിദ്. താങ്ക്സ് ഫോർ ഇൻവൈറ്റിംഗ്. ബൈ.